ഡോക്ടർ അനീഷ്, ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉയർത്തിയ പരാതി, ആ പരാതിയിൽ വളരെ വേഗം നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ഹൈദരാബാദിൽ നിന്നും എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നു, ഓപ്പറേഷനുകൾ മുടങ്ങിക്കിടന്ന ഓപ്പറേഷനുകൾ തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ സിസ്റ്റത്തിന് വേഗത്തിലാകാൻ പറ്റും, സിസ്റ്റത്തിന് സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കാൻ പറ്റും എന്നതിൻ്റെ തെളിവ് കൂടി അതിനെ കാണുകയാണ്. പക്ഷേ ഇത് ഒരിടത്ത് മാത്രമാണ് സംഭവിക്കുന്നത്. ഇത് പുറത്തേക്ക് പറഞ്ഞതുകൊണ്ടാണ് സംഭവിക്കുന്നത്. എല്ലാ ഡോക്ടർമാർക്കും താങ്കൾ അടക്കമുള്ളവർക്ക് ഓരോ ദിവസവും പുറത്തേക്ക് കാര്യങ്ങൾ പറയുകയോ ഫേസ്ബുക്കിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയോ ചെയ്യുന്നത് ഒരു പരിഹാരമല്ലല്ലോ. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ താങ്കൾ വിലയിരുത്തുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുജനാരോഗ്യ മേഖലയിൽ ഉള്ള ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ പുറത്ത് ഒരുപാട് ആളുകളുണ്ട്. അവർ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള സേവനങ്ങൾ നേടിയിട്ടുള്ളവരാണ്, അതിനകത്തുള്ള ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവരിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വിലയിരുത്തേണ്ടത് നമ്മൾ ഈ പറയുന്നത്, ഈ ചർച്ചയിലൂടെ പറയുന്ന കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖല കുത്തഴിഞ്ഞതാണോ അല്ലയോ എന്ന് വിലയിരുത്തേണ്ടത് തീർച്ചയായിട്ടും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. ഇപ്പോൾ ഇത് ചിലപ്പോൾ ഈ ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നത്തിൻ്റെ ഒരു ടിപ്പ് ഓഫ് ഐസ്ബർഗ് എന്ന് കാണുന്നത് പോലെ ഒരു തരം നേച്ചർ റിയാക്ഷൻ ആണ് എന്നും വേണമെങ്കിൽ വിവക്ഷിക്കാവുന്നതാണ്. അത് കൃത്യമായിട്ട് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? അതൊരു സിസ്റ്റമാറ്റിക് ഫെയില്യൂറിന്റെ ഒരു പരിച്ഛേദം, അല്ലെങ്കിൽ ഒരാളത് പുറത്തു പറഞ്ഞു എന്നുള്ളതാണോ, അതോ അയാൾ പ്രത്യേകിച്ചും ഡോക്ടർ ഹാരിസിന്റെ കാര്യം നമ്മൾ അദ്ദേഹത്തിന്റെ സത്യസന്ധതയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതിനകത്തുള്ള ഇതിനോടുള്ള കമ്മിറ്റ്മെന്റിലോ ഒന്നും തന്നെ ആർക്കും, ഇത് എതിർക്കുന്നവർക്കും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കും പ്രത്യേകിച്ചും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അദ്ദേഹം പുറത്തു പറയുന്ന കാര്യം, ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു കുട്ടിയുടെ സർജറി മുടങ്ങിപ്പോയത് കൊണ്ടുള്ള പെട്ടെന്നുണ്ടായ ആത്മരോഷത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണോ, ഇതൊരു റൂളാണോ, ഇതാണോ ശരിക്കും മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് എന്നുള്ളത് പുറം സമൂഹം, ഇത് അനുഭവിക്കുന്ന ആളുകൾ വിലയിരുത്തേണ്ടതാണ്. മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. ഈ ഒരു കാര്യത്തിനെ ചൂണ്ടിക്കാട്ടിയിട്ട് മെഡിക്കൽ കോളേജിലെ പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുകയും അക്കൗണ്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മെച്ചപ്പെട്ട പ്രവർത്തനം നടക്കുന്ന മെഡിക്കൽ കോളേജുകളുടെ ഒരു പിക്ചർ ആയിരിക്കും പുറത്തു വരുന്നത് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ പുറത്ത് കാണുന്നത് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് മെഡിക്കൽ എഡ്യൂക്കേഷനകത്ത് നിൽക്കുന്നയാളെന്നുള്ള നിലയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് മെഡിക്കൽ കോളേജുകളും കേരളത്തിന്റെ ആരോഗ്യ സംവിധാനവും. ഡോക്ടർ അനീഷ്, താങ്കൾ പറയുന്നത് ഒരു ഭാഗം ശരിയാണ്. കാരണം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആർക്കാണ് ഗുണം എന്ന് ആലോചിക്കുമ്പോൾ അത് സ്വകാര്യ ആശുപത്രികൾക്കാണ്. അപ്പോൾ സ്വകാര്യ ആശുപത്രികൾക്ക് മെച്ചമുണ്ടാക്കാനുള്ള ഒരു വിഷയമായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. പിന്നെ ഈ പറയുന്ന ഒരു വൈകാരിക പ്രതികരണമല്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഒരാളുടെ ശസ്ത്രക്രിയയല്ല മുടങ്ങിയിരിക്കുന്നത്, 4 പേരിൽ 3 പേരുടേതും മുടങ്ങി എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് തന്നെ പരിശോധിക്കാവുന്നതായിരുന്നെന്നും അവിടെ അഡ്മിറ്റായ ആളുകളുടെ കാര്യം പറഞ്ഞു, അതിലൊരാളുടെ കാര്യം പറഞ്ഞു, ശരിയാണ്, എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയുടെ ഓപ്പറേഷൻ, ആ ഒരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നു. പക്ഷേ ഒരു ഓപ്പറേഷനല്ല പറയുന്നത്. മാത്രമല്ല ഇത് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞ പോലെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. പല ഘട്ടങ്ങളിലായി ഇങ്ങനെ പാതി വഴിയിൽ നിർത്തുന്നു, പല ഡോക്ടർമാരായിട്ട് ഓപ്പറേഷൻ തീയതി മാറ്റി കൊടുക്കുന്നു, പിന്നീട് വരുമെന്ന് പറഞ്ഞു വിടുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്യാറില്ല. അദ്ദേഹം ഈ 5000-4000 ഒക്കെ രോഗികളിൽ നിന്ന് തന്നെ പിരിച്ചുകൊണ്ട് ആ നടപടികളിലേക്ക് കടന്നു. ഇതൊക്കെ നമ്മൾ വായിച്ചതാണ്, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതാണ്, വിശദീകരിച്ച് കഴിഞ്ഞതാണ്. അതൊരൊറ്റ കേസാണെന്ന് പറയാൻ പറ്റുമോ ഡോക്ടർ അനീഷ്? കാരണം പല മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, ഇന്നിപ്പോൾ ഞങ്ങൾ കൊടുത്ത റിപ്പോർട്ടുകളിൽ തന്നെ എത്ര സാധാരണക്കാരാണ് പ്രതികരിക്കുന്നത്. ഉപകരണങ്ങൾ പുറത്ത് നിന്ന് വാങ്ങേണ്ട സ്ഥിതി. മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നത് സാധാരണക്കാരാണ്. അവിടെ നല്ല വിദഗ്ധ ഡോക്ടർമാരുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ ഈ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനായിട്ടുള്ള ഒരു ചർച്ചയേ അല്ല നടത്തുന്നത്. ഇത് സത്യാവസ്ഥ ഇങ്ങനെ മൂടി വെച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.